ബഹുമാനപ്പെട്ട നാട്ടുകാരെ, നമ്മുടെ ഈ പബ്ലിക് ടോയ്ലറ്റ് എന്ന് പറയുന്നത് സ്ഥാപനം ഇതായത് ഈ ജനലിൻ്റെ ഭാഗത്ത് ഇവിടെ ഒന്നും ഗ്ലാസ് വയ്ക്കാതെയും മറ്റുള്ളത് 20 ലക്ഷത്തിൻ്റെ വർക്കാണ് ഇത് ചെയ്തിരിക്കുന്നത്. 20 ലക്ഷത്തിൻ്റെ വർക്ക് ചെയ്തിട്ട് ഇതിന് തുറന്നു കൊടുക്കണ്ടേ? ഇത് നെന്മാറ ബ്ലോക്ക് പഞ്ചായത്തിൻ്റെ കാര്യാലയം CHSEയിൽ ടോയ്ലറ്റ് സമുച്ചയ നിർമ്മാണം 6/2/24 ഉദ്ഘാടനം ചെയ്തിട്ട് 2026 തുറന്നു കൊടുത്തിട്ടില്ല. ഇതൊരു വികസന കുതിപ്പ് എന്ന് പറയുന്ന സ്വാഗതം ശ്രീജ രാജീവ് ഒരിക്കൽ ഫേസ്ബുക്കിലിട്ടുണ്ടായിരുന്നു. വൈസ് പ്രസിഡൻ്റാണ് നെന്മാറ ബ്ലോക്ക് പഞ്ചായത്ത്. പിന്നെ അധ്യക്ഷ ശ്രീമതി ലീലാമണി, പ്രസിഡന്റ് നെന്മാറ ബ്ലോക്ക് പഞ്ചായത്ത്. ഉദ്ഘാടനം K. ബാബു MLA. PC ജയകുമാർ, സെക്രട്ടറി നെന്മാറ ബ്ലോക്ക് പഞ്ചായത്ത്. ഇതാ ജനലിലെ ഭാഗങ്ങളൊക്കെയാണ്. ഇതിനാണ് ബില്ല് മാറി കൊടുത്തിരിക്കുന്നതെന്ന് പറയണത്. 20 ലക്ഷം ഉറുപ്പികയാണ് ഇതിന് ഫണ്ട്. ഈ ഫണ്ട് വെച്ചിട്ട് 3 സൈഡും ജനൽ ഡോർ വയ്ക്കാതെയും മറ്റുള്ളതും ചെയ്യാതെയും ബാത്റൂം ടോയ്ലറ്റ് തുറന്നു കൊടുക്കാതെയും ഇരിക്കുകയാണ്. അടിയന്തരമായി ഇത് നന്നാക്കി കൊടുത്ത് ജനങ്ങൾക്ക് ഉപകാരപ്രദമാകുന്ന വിധത്തിൽ ഇത് തുറന്നു കൊടുക്കണമെന്നാണ് നെന്മാറ മുൻ ഗ്രാമപഞ്ചായത്ത് മെമ്പർ ശങ്കരനാരായണൻ ആവശ്യപ്പെട്ടു. ഇതിൻ്റെ ആശുപത്രി ശോചനീയാവസ്ഥ പറയുമ്പോൾ മോർച്ചറി ഇന്നലെ അടക്കം മരിച്ചു വെച്ചാൽ ഇവിടെ ചെമ്മന്തോട് ഭാഗത്ത് മരിച്ചിട്ട് ആ മോർച്ചറി ഇല്ലാതെ ഇന്നലെ പാലക്കാട് മിനിഞ്ഞാന്ന് മരിച്ചിട്ട് ഇന്നലെ പാലക്കാട് ഉച്ചയ്ക്ക് 3 മണിക്കാണ് എത്തിക്കുക. അത് അടിയന്തരമായി തുറന്നു കൊടുക്കണമെന്ന് നിരാഹാരമൊക്കെ ഇരുന്നുണ്ടായിരുന്നു ആശുപത്രി മുന്നിൽ. അപ്പോൾ ഇതൊക്കെ ചെയ്യണമെന്നാണ് പറയാനുള്ളത്. അതാണ് മോർച്ചറിയൊക്കെ അടിയന്തരമായി തുറന്നു കൊടുത്ത് മോർച്ചറിയൊക്കെ പൂട്ടിയിട്ട് 2-3 വർഷമായി. ഇവിടെ മരണങ്ങൾ ഒരുപാട് നടക്കുന്നുണ്ട്, സൂയിസൈഡൊക്കെ നടക്കുന്നുണ്ട്, അതൊക്കെ അത്യാവശ്യമായി തുറന്നു കൊടുക്കുന്നതിനുള്ള നടപടി സ്വീകരിക്കണമെന്ന് പല പ്രാവശ്യം ബന്ധപ്പെട്ട അധികാരികളൊക്കെ തീരുമാനമെടുത്ത് പോകുകയല്ലാതെ ഇന്ന് CHSE മീറ്റിംഗ് ഉണ്ടെന്നാണ് പറഞ്ഞത്. ആ മീറ്റിങ്ങിൽ തീരുമാനമെടുത്ത് DMO മുഖാന്തരം പിന്നെ DHS ഇടപെട്ട് അടിയന്തരമായി നെന്മാറ ആശുപത്രിക്ക് ചികിത്സയ്ക്ക് വേണ്ട നടപടി സ്വീകരിക്കുകയും ഈ ടോയ്ലറ്റ് തുറന്നു കൊടുക്കുകയും ഈ ആംബുലൻസ് നേരത്തെ പാമ്പ് കടിയേറ്റ് ഒരാൾ വന്നിട്ട് ആ രോഗിക്ക് ചികിത്സിക്കാൻ ആംബുലൻസ് നൽകാതെ ഇവിടുന്ന് കാർ വിളിച്ച് പോവുകയത്. ഈ ആംബുലൻസ് 1-2-3 ഇവിടെയുണ്ട് ആശുപത്രിക്ക്. ഇതൊക്കെ ബില്ലിങ്ങും പിന്നെ വണ്ടികളൊക്കെ ഓരോന്നും സർക്കാർ, അതൊരു ആംബുലൻസ് ഇതൊരു ആംബുലൻസ്, പിന്നെ അപ്പുറത്ത് ഇതൊക്കെ ഉണ്ട്. ജനങ്ങൾ ഒരു മുള്ളു കുത്തിയ ചികിത്സയില്ലാത്ത അവസ്ഥയാണ്. അടിയന്തരമായി ആശുപത്രി നന്നാക്കുന്നതിനുള്ള നടപടി സ്വീകരിക്കണം. നിരാഹാരം ഇരുന്നുണ്ടായിരുന്നു. ഇന്ന് തീരുമാനിക്കും എന്നാണ് നമ്മുടെ സൂപ്രണ്ട് ജയാനന്ദൻ സാർ പറഞ്ഞത്. അത് അടിയന്തരമായി നടപ്പിലാക്കി ജനങ്ങൾക്ക് ഉപകാരപ്രദമാക്കി തരണമെന്ന് വിനയപുരസരം അഭ്യർത്ഥിക്കുന്ന മുൻ ഗ്രാമപഞ്ചായത്ത് മെമ്പർ R. ശങ്കരനാരായണൻ ആവശ്യപ്പെട്ടു. ഈ ആശുപത്രിക്ക് വേണ്ടി നിരന്തരം സമരവും മറ്റുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്ന സാമൂഹിക ആരോഗ്യ കേന്ദ്രമാണ്. അപ്പോൾ ഇതിന് വേണ്ട നടപടി സ്വീകരിക്കണമെന്ന് വിനയപുരസരം അഭ്യർത്ഥിക്കുന്നു. നമ്മൾ MLAക്ക് നിൽക്കുന്നുണ്ട്. എല്ലാവരും വോട്ടുകൾ ചെയ്ത് TVയോ കയ്യോ ആയിരിക്കും, അധികം TV ആയിരിക്കും. TV വോട്ട് ചെയ്ത് സഹായിക്കുക. ഇതാണ് ആശുപത്രിയുടെ അവസ്ഥ. അടിയന്തരമായി നന്നാക്കുന്നതിനുള്ള നടപടി സ്വീകരിക്കണമെന്ന് വിനയപുരസരം അഭ്യർത്ഥിക്കുന്നു.